സംസ്ഥാനത്ത് SSLC ഫലം പ്രഖ്യാപിച്ചു. 4,25,563 പേരാണ് ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയത്. വിജയശതമാനം 99.69 ഏറ്റവും ഉയർന്ന വിജയം കോട്ടയം റവന്യൂ ജില്ലയിലും ഏറ്റവും കുറവ് തിരുവനന്തപുരം റവന്യൂ ജില്ലയിലുമാണ്. പുനഃമൂല്യനിർണ്ണയത്തിന് നാളെ മുതൽ അപേക്ഷ നൽകാം. സർട്ടിഫിക്കറ്റ് ജൂൺ ആദ്യവാരം മുതൽ ഡിജി ലോക്കറിൽ ലഭ്യമാകും. വിവരങ്ങളുമായി ശാലിനി ചേരുന്നു. ശാലിനി, ഇക്കുറി വിജയശതമാനം എങ്ങനെയുണ്ട്? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്? അനിൽ നമ്പ്യാർ സൂചിപ്പിച്ചതുപോലെ തന്നെ വിജയശതമാനത്തിൽ ചെറിയ തോതിലുള്ള ഒരു കുറവുണ്ട് എങ്കിൽ പോലും ഒരുപക്ഷെ കഴിഞ്ഞ വർഷത്തെ വിജയശതമാനത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 100% വിജയം ഇക്കുറി പൊതുവിദ്യാഭ്യാസ മേഖല പ്രതീക്ഷിച്ചിരുന്നു എന്ന് വേണം പറയാൻ. 99.70% കഴിഞ്ഞ വർഷം വിജയശതമാനം. ഇപ്പോൾ അത് 99.69% നേരിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. 0.01% കുറവാണ് ഇത്തവണ SSLC പരീക്ഷാ ഫലത്തിലുള്ളത് എന്നുള്ളതാണ് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കിയിട്ടുള്ളത്. 4,27,153 പേരാണ് പരീക്ഷ എഴുതിയത്. അതിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയത് 4,25,563 പേരാണ്. കഴിഞ്ഞ വർഷം അത് 99.7% വിജയമായിരുന്നു. എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണവും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. 71,831 പേരാണ് മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടി മിടുക്കരായത് എന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ കണക്കുകൾ പറയുന്നത്. കഴിഞ്ഞ വർഷം അത് 68,604 ആയിരുന്നു. വർധനവെന്ന് പറയുന്നത് 3,227 പേർ അധികമായി മുഴുവൻ വിഷയങ്ങൾക്കും A+ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പ് അറിയിക്കുന്നത്. ഒപ്പം തന്നെ SSLC പ്രൈവറ്റ് സ്കീം പരീക്ഷയിൽ 94 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. അതിൽ 66 പേരും ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയിട്ടുണ്ട്. വിജയശതമാനം 70.21%. ഒപ്പം തന്നെ ഏറ്റവും കൂടുതൽ വിജയശതമാനമുള്ള റവന്യൂ ജില്ല കോട്ടയമാണ്. അനിൽ നമ്പ്യാർ സൂചിപ്പിച്ചതുപോലെ തന്നെ 99.92% കോട്ടയം റവന്യൂ ജില്ലയിലെ വിജയശതമാനം. ഏറ്റവും കുറവ് തിരുവനന്തപുരം റവന്യൂ ജില്ലയാണ്. 99.08% തിരുവനന്തപുരം റവന്യൂ ജില്ലയുടെ വിജയശതമാനം. ഒപ്പം തന്നെ വിജയശതമാനം കൂടുതലുള്ള വിദ്യാഭ്യാസ ജില്ല പാലായാണ്. ഒരുപക്ഷെ സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ ചരിത്രത്തിൽ ഇടം പിടിച്ചൊരു വിജയശതമാനമായി പാലായിലെ ഇക്കുറി വിദ്യാഭ്യാസ ജില്ലയിലെ വിജയശതമാനം മാറിയിട്ടുണ്ട്. 100% വിജയമാണ് പാല ഇത്തവണ നേടിയിട്ടുള്ളത്. വിജയശതമാനം കുറവുള്ള ജില്ല വിദ്യാഭ്യാസ ജില്ല ആറ്റിങ്ങലാണ്. 99% ആറ്റിങ്ങലിലെ വിജയശതമാനം. ഒപ്പം തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ എല്ലാ വിഷയങ്ങൾക്കും വിജയിച്ചത് മലപ്പുറം ജില്ലയിലാണ്. കഴിഞ്ഞ വർഷവും അത് മലപ്പുറം ജില്ലയിലാണ്. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്ക് എഴുത്തിനിരുത്തിയതും ഈ ജില്ല തന്നെയായിരുന്നു. 4,934 പേരാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ അതായത് പരീക്ഷ എഴുതിയത്. ഒപ്പം തന്നെ കഴിഞ്ഞ വർഷവും ഒന്നാം സ്ഥാനത്ത് മലപ്പുറം ജില്ലയായിരുന്നു. 4,856 പേരാണ് ആ മേഖലയിൽ നിന്ന് പരീക്ഷ എഴുതിയത്. ഒപ്പം തന്നെ ഗൾഫ് മേഖലയിലെ 7 പരീക്ഷാ കേന്ദ്രങ്ങളാണ് ഉണ്ടായിരുന്നത്. അവിടെ പരീക്ഷ എഴുതിയത് 533 വിദ്യാർത്ഥികളാണ്. ഉന്നത വിദ്യാഭ്യാസത്തിന് 516 പേര് യോഗ്യത നേടി എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കുന്നത്. മുൻ വർഷത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ 11 ദിവസങ്ങൾക്ക് മുൻപാണ് പരീക്ഷാ ഫലം പ്രഖ്യാപിക്കുന്നത് എന്നൊരു പ്രത്യേകത കൂടി ഇത്തവണ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് ഉണ്ട്. കാരണം മുൻ വർഷത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കാലതാമസം ഒന്നും വരുത്താതെ മൂല്യനിർണ്ണയം കൃത്യമായി തന്നെ ചട്ടമായി പാലിച്ചുകൊണ്ടും അത് സമയത്ത് തന്നെ പൂർത്തീകരിച്ച് ഫലപ്രഖ്യാപനം നടത്തി എന്നൊരു ആത്മവിശ്വാസം പരീക്ഷാ ഭവന് കൂടിയുണ്ട്. അതിനൊരു അഭിനന്ദനം കൂടി വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. അത് മാത്രമല്ല പരീക്ഷ കഴിഞ്ഞതിന് ശേഷമുള്ള +1 അലോട്ട്മെന്റുകളും അതുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ നൽകാനുള്ള തീയതി കൂടി വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മെയ് 16 മുതൽ +1 അപേക്ഷകൾ നൽകാമെന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി അറിയിക്കുന്നത്. ഒപ്പം തന്നെ അവസാന തീയതി മെയ് 25 ട്രയൽ അലോട്ട്മെന്റ് മെയ് 29 പ്രസിദ്ധീകരിക്കും. ആദ്യ അലോട്ട്മെന്റ് ജൂൺ 5 അതിനുശേഷം രണ്ടാം അലോട്ട്മെന്റ് ജൂൺ 12 മൂന്നാം അലോട്ട്മെന്റ് ജൂൺ 19 പ്രസിദ്ധീകരിക്കും. +1 ക്ലാസുകൾ ജൂൺ 24 ആരംഭിക്കാനുള്ള സമയക്രമമാണ് ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഒരുക്കിയിട്ടുള്ളത്. ഒരുപക്ഷെ മുൻ വർഷത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ക്ലാസുകൾ ആരംഭിക്കുന്നതും നേരത്തെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് മാത്രമല്ല പ്രവേശനത്തിൽ അക്കാദമിക മെറിറ്റിന് പ്രാധാന്യം നൽകിക്കൊണ്ടായിരിക്കും അടുത്ത വർഷം പ്രവേശനം നടത്തുക എന്നുള്ളതാണ് പൊതുവിദ്യാഭ്യാസ മന്ത്രി അറിയിക്കുന്നത്. ഒരുപക്ഷെ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ എല്ലാ മേഖലയിലും കൃത്യമായ ചിട്ടയോടുകൂടി പരീക്ഷാ ക്രമീകരണങ്ങളും നടത്തിപ്പും ഒപ്പം തന്നെ പരീക്ഷാ ഫലപ്രഖ്യാപനവും ക്ലാസുകൾ ആരംഭിക്കുന്നത് അടക്കമുള്ള നടപടികൾ സ്വീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പ് വിലയിരുത്തുന്നത്. ഒപ്പം തന്നെ
പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷിക്കാനുള്ള തീയതി കൂടി വിദ്യാഭ്യാസ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 9/5/2020 മുതൽ, അതായത് ഈ മാസം 9-ാം തീയതി മുതൽ ഈ മാസം 15-ാം തീയതി വരെ ഇതിനായിട്ടുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് നൽകാം. സേ പരീക്ഷ ഈ മാസം 28 മുതൽ ജൂൺ 6 വരെ നടക്കും. ജൂൺ 2-ാം വാരത്തോടുകൂടി പരീക്ഷാ ഫലപ്രഖ്യാപനം നടത്തി അവരെ കൂടി ഈ ക്ലാസുകളുടെ ഭാഗമാക്കാനുള്ള നടപടിക്രമങ്ങളാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആലോചിക്കുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ 2025 മാർച്ചിൽ നടക്കുന്ന SLC പരീക്ഷയിൽ എഴുത്ത് പരീക്ഷയിൽ 30% മാർക്ക് വാങ്ങണമെന്നൊരു അറിയിപ്പും അഭ്യർത്ഥനയും ഒക്കെ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് വെക്കുന്നുണ്ട്. പക്ഷേ ഒരു ജില്ലയിലും +1 സീറ്റുകൾക്ക് ക്ഷാമം ഉണ്ടാകാതിരിക്കാനുള്ള നടപടിക്രമങ്ങളും വിദ്യാഭ്യാസ വകുപ്പ് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലടക്കം കഴിഞ്ഞ വർഷം വലിയ രീതിയിലുള്ള പ്രതിസന്ധി +1 സീറ്റുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് പരിഹരിക്കാൻ കൂടിയാണ് ഇത്തവണ വിദ്യാഭ്യാസ വകുപ്പ് ആലോചിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ പൂർത്തീകരിച്ച് ഔദ്യോഗിക അംഗീകാരം മന്ത്രിസഭയിൽ നിന്ന് വാങ്ങുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. എന്തായാലും എല്ലാ രീതിയിലുള്ള കുറ്റമറ്റ രീതിയിൽ SLC പരീക്ഷയും അതിന്റെ നടത്തിപ്പും മൂല്യനിർണ്ണയവും അതിനുശേഷം ഫലപ്രഖ്യാപനവും നടത്തിയ ആത്മവിശ്വാസത്തിലാണ്. മുൻ വർഷത്തെ അപേക്ഷ നോക്കുകയാണെങ്കിൽ 0.01% കുറവ് മാത്രമാണ് ഇക്കുറി ഉള്ളത് എന്നുള്ളൊരു ചെറിയ ആശങ്ക അല്ലെങ്കിൽ ചെറിയൊരു വിഷമം മാത്രമാണ് വിദ്യാഭ്യാസ വകുപ്പിനുള്ളത്. മറ്റ് കാര്യങ്ങൾ ഒഴിച്ചു നിൽക്കുകയാണെങ്കിൽ വിജയ ശതമാനത്തിൽ ഓരോ ജില്ലകളും ഓരോ തന്നെ സംസ്ഥാനവും വലിയ രീതിയിലുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അനിൽ നമ്പ്യാർ. ശാലിനി, SSLC പരീക്ഷയിൽ മാർക്ക് വാരിക്കോരി നൽകുന്നു എന്നൊരു ആക്ഷേപം ഉണ്ടായിരുന്നു. ആ ആക്ഷേപം ഉന്നയിച്ചത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ തന്നെയാണ്, പരസ്യമായിട്ടല്ല രഹസ്യമായിട്ട്. അത് വലിയ വിവാദവുമായിരുന്നു. ഇന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും വിദ്യാഭ്യാസ മന്ത്രിയോടൊപ്പം വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. ഇക്കുറി വിജയശതമാനം കുറഞ്ഞെങ്കിലും വലിയ വിജയശതമാനമായിട്ട് തന്നെയാണ് ഇതിനെ കണക്കാക്കേണ്ടത് മുൻവർഷങ്ങളെ അപേക്ഷിച്ച്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ അഭിപ്രായം ആരാഞ്ഞോ? എല്ലാവരും യോഗ്യരായിട്ടുള്ളവർ തന്നെയാണ് ഇത്രയധികം മാർക്ക് വാങ്ങിയത് എന്ന നിലപാടിൽ തന്നെയാണോ അദ്ദേഹം നിൽക്കുന്നത്? അതോ നേരത്തെ അദ്ദേഹം പരാമർശിച്ചതുപോലെ വാരിക്കോരി മാർക്ക് കൊടുത്തതുകൊണ്ട് കുറേ പേർ ജയിച്ചു പോന്നു, അങ്ങനെ ഒരു നിലപാടാണോ ഉള്ളത്? അനിൽ നമ്പ്യാർ, ഇതേ ചോദ്യം തന്നെ ഷാനവാസ് ഇരിക്കുന്ന അതേ വേദിയിൽ തന്നെ ഷാനവാസിനോടും വിദ്യാഭ്യാസ മന്ത്രിയോടും മാധ്യമപ്രവർത്തകർ ആരായുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം നമ്മളെല്ലാം കേട്ടതും സംസ്ഥാനം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതുമാണ് വിദ്യാഭ്യാസ ഡയറക്ടറുടെ ആ വാക്കുകൾ. ഓഡിയോ സംഭാഷണം ഉൾപ്പെടെ വിദ്യാർത്ഥികൾക്ക് വാരിക്കോരി മാർക്കുകൾ നൽകുന്നു, സ്വന്തം പേര് പോലും എഴുതാൻ അറിയാത്ത വിദ്യാർത്ഥികൾ പോലും SLC പാസ്സാകുന്നു എന്നുള്ള ചില ആരോപണങ്ങളൊക്കെ അന്ന് വലിയ രീതിയിൽ ചർച്ചയായതുമാണ്. പക്ഷെ ഇന്ന് വിവരവുമായി ബന്ധപ്പെട്ടും വിശദാംശങ്ങളുമായി ബന്ധപ്പെട്ടും ഒക്കെ മന്ത്രിയോട് നമ്മൾ അത് ചോദിക്കുകയും ചെയ്യുന്നു. പക്ഷെ മന്ത്രി പറഞ്ഞത് അത്തരത്തിലൊരു ആക്ഷേപമൊന്നുമില്ല, അത് തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്, അങ്ങനെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല, ശബ്ദം നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ് അല്ലെങ്കിൽ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതാകാം, അത് ഡയറക്ടറുടെ ശബ്ദമല്ല എന്നുള്ളതൊക്കെയുള്ള ന്യായീകരണമാണ്. എന്തായാലും വാരിക്കോരി മാർക്ക് നൽകിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രി ആവർത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും മുൻ വർഷത്തെ അപേക്ഷ നോക്കിയാൽ നേരിയ ശതമാനം കുറവ് മാത്രം, 0.01% മാത്രമാണ് വിജയ ശതമാനത്തിൽ കുറവുണ്ടായിട്ടുള്ളത്. എന്നാലും അത് ആശങ്കപ്പെടേണ്ട കാര്യമില്ല, മികച്ച വിജയ ശതമാനം തന്നെയാണ്. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഒക്കെ തന്നെ ഈ ഘട്ടത്തിൽ വിദ്യാഭ്യാസ മന്ത്രി അഭിനന്ദനം അർപ്പിക്കുന്നുമുണ്ട്. ഒപ്പം തന്നെ അതിനൊപ്പം നിന്നവർക്ക് ഉള്ള ആ ഒരു സന്തോഷവും അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും ഈ +1 സീറ്റുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലേക്കൊക്കെ ആയിരിക്കും ഇനി വരും ദിവസങ്ങളിൽ കടന്നുപോകുക. എന്തായാലും അത്തരത്തിൽ വിവാദങ്ങൾ ഉണ്ടാകില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് വിദ്യാഭ്യാസ മന്ത്രി പങ്കുവെക്കുകയും ചെയ്തിട്ടുള്ളത്. അനിൽ നമ്പ്യാർ. നന്ദി ശാലിനി. സംസ്ഥാനത്ത് SSLC പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 4,25,563 പേരാണ് ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയത്. വിജയ ശതമാനം 99.69. ഏറ്റവും ഉയർന്ന വിജയം കോട്ടയം റവന്യൂ ജില്ലയിലും ഏറ്റവും കുറവ് തിരുവനന്തപുരം റവന്യൂ ജില്ലയിലുമാണ്. പുനർമൂല്യനിർണ്ണയത്തിന് നാളെ മുതൽ അപേക്ഷ നൽകാം. സർട്ടിഫിക്കറ്റ് ജൂൺ ആദ്യവാരം മുതൽ ഡിജി ലോക്കറിൽ ലഭ്യമാകും. മുൻവർഷത്തെ അപേക്ഷിച്ച് വിജയ ശതമാനത്തിൽ കുറവ് വന്നിട്ടുണ്ട്. പക്ഷേ എല്ലാ വിഷയങ്ങളിലും A+ കിട്ടിയ വിദ്യാർത്ഥികളുടെ എണ്ണം കൂടിയിട്ടുണ്ട് എന്നതാണ് ഇക്കൊല്ലത്തെ സവിശേഷത. ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.